ഉണ്ണി മിശിഹായുടെ പിറവി. പരിശുദ്ധ കന്യകയും വിശുദ്ധ യൗസേപ്പും ബത്ലഹത്തിലെ ജനനിബിഡമായ തെരുവുകളിൽ നിന്നും അജ്ഞാതവും പര്യക്തവും അഗണ്യവുമായ ഒരു ഗുഹയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് നാൽക്കാലികളുടെ വാസസ്ഥലത്ത് വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. എത്ര വിസ്മയാവഹമാണ് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ! ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന അപരിമിതനായ ദൈവം മറ്റുള്ളവർക്ക് കൊട്ടാരങ്ങളും രമ്യഹർമ്മ്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ദൈവത്തിന് ഒരു വാസസ്ഥലം ലഭിച്ചില്ല. അവിടത്തേക്ക് രാജകൊട്ടാരത്തിലോ പ്രഭുക്കന്മാരുടെ മണിമന്ദിരങ്ങളിലോ വന്നു ജനിക്കുവാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ അത് സ്വയം പരിത്യജിച്ച് ദരിദ്രരിൽ ദരിദ്രനായി പുൽക്കൂട്ടിൽ വന്നു പിറക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളെ അമ്മാനമാടുന്ന അവിടത്തേക്ക് അർദ്ധരാത്രിയിലെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്നും രക്ഷ നേടുവാൻ മാർഗമില്ല. കൊടും തണുപ്പിൽ ദിവ്യശിശുവിന്റെ മൃദുലമേനി വിറയ്ക്കുന്നു. ഈ വിലപനീയമായ അവസ്ഥ പരിശുദ്ധ കന്യകയ്ക്ക് വളരെ ദുഃഖത്തിന് കാരണമായി. എങ്കിലും മേരി കഴിവിനനുസരിച്ച് ഈശോയുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കുവാൻ പരിശ്രമിച്ചു. ദിവ്യശിശുവിനെ അവളുടെ സ്നേഹത്തിന്റെ ഊഷ്മാവിലും ഭക്ത്യാദരപൂർണമായ ആരാധനയുടെ പര്യങ്കളത്തിലും കിടത്തി മാറോട് ചേർത്ത് സമാശ്ലേഷിച്ചു. അവിടുത്തെ കോമള കലേബരത്തിൽ 1000 ചുംബനങ്ങൾ അർപ്പിച്ചു. അത്ഭുതപൂർണമായി അവൾ ദിവ്യശിശുവിനെ നോക്കിക്കൊണ്ടു തന്നെ നിന്നു. മണിക്കൂറുകൾ തന്നെ കടന്നുപോയത് അറിഞ്ഞില്ല. മേരിയുടെ ഉള്ളിൽ അവാച്യമായ ആനന്ദമുളവായി. സൃഷ്ടാവും പരിപാലകനും പരിത്രാതാവുമായ ദൈവം അവളുടെ അരുമസുതനായി കരതാരിൽ പള്ളിക്കൊള്ളുന്നത് കണ്ണും കരളും കുളിർക്കെ കണ്ടുനിന്നു. അപരിമിതൻ ഏറ്റവും ചെറിയവനായി സൃഷ്ടാവ് സൃഷ്ടിയായി സർവശക്തൻ ബലഹീനനായി അവിടെ ശയിക്കുന്നത് അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഹൃദയംഗമമായി അവൾ അത് അംഗീകരിച്ച് ഭക്തി സ്നേഹബഹുമാന പുരസ്സരം അവിടത്തെ ആരാധിച്ചു. ഈശോയുടെ അഗാധമായ എളിമ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. അവിടുന്ന് സ്വയം ശൂന്യനാക്കി. ക്രിസ്തീയമായ എളിമ മിശിഹായുടെ ശൂന്യമാക്കലിനുള്ള ഭാഗഭാഗിത്വമാണ്. അഹങ്കാരത്താൽ നശിച്ച മനുഷ്യനെ എളിമയിലൂടെ അവിടുന്ന് രക്ഷിക്കുന്നു. മിശിഹായുടെ ആഗമനത്തിൽ ശ്രവിച്ച സ്വർഗീയ ഗാനം ഉന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ്. ആട്ടിടയന്മാരും പൗരസ്ത്യ വിജ്ഞാനികളും അവിടുത്തെ സന്ദർശിക്കുന്നു. അവൾ ശിശുവിനെ ആരാധിച്ച് അനർഘ നിക്ഷേപങ്ങൾ കാഴ്ചയണച്ചു. നാം ദിവ്യകാരുണ്യ സ്വീകരണാവസരത്തിൽ എത്രമാത്രം സ്നേഹവും തീക്ഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിക്കുന്നുണ്ട്. മിശിഹായ്ക്ക് 3 ജനങ്ങളുണ്ടെന്നാണ് ദൈവശാസ്ത്രന്മാർ അഭിപ്രായപ്പെടുന്നത്. ഒന്നാമത്തേത് നിത്യത്തിൽ പിതാവിൽ നിന്നുള്ള ജനനം, രണ്ടാമത്തേത് കാലത്തിന്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നുള്ള ജനനം, മൂന്നാമത്തേത് നമ്മിൽ ഓരോരുത്തരിലുമുള്ള അവിടുത്തെ ആധ്യാത്മിക ജനനമാണ്. ആ ജനനത്തിലും പരിശുദ്ധ കന്യകയ്ക്ക് ഒരു പങ്കുണ്ട്.